ഹലോ, ഹായ് ഹായ്. അപ്പം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് മൂവി ഏതാണ്? ബാലൻ ദ ബോയ്. പഴയൊരു ബാലനുണ്ട്, ആ ബാലനല്ല, ഇത് പുതിയൊരു ബാലൻ. പുതിയ ബാലനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഓവറോൾ പറയായിരുന്നെങ്കിൽ നല്ലൊരു മൂവി ആയിരുന്നു. നമുക്ക് ഡയറക്ടറിൽ പറഞ്ഞു അല്ലേ? ഡയറക്ടർ നമുക്കറിയാം, ചിദംബരം, മഞ്ഞുമൽ ബോയ്സിന്റെയും ജാനമന്നിന്റെ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ്. അതേപോലെ ജിത്തു മാധവൻ ആണ് റൈറ്ററും സ്ക്രിപ്റ്റും. അദ്ദേഹം നമുക്കറിയാം, രോമാഞ്ചവും ആവേശവും ഡയറക്ടർക്കും റൈറ്ററായിരുന്നു. അപ്പം വെൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ മ്യൂസിക് സുഷിൻ ശ്യാമും ഷൈജു കലതായിരുന്നു സിനിമാറ്റോഗ്രാഫർ. വെൽ ഒരു ടാലന്റ്, അതായത് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് പടത്തിന് പോയത്. കാരണം എന്താ, ടാലന്റുകളുടെ ഒരു പൂൾ ആൾക്കാരാണ്. അപ്പം നിരാശപ്പെടുത്തിയില്ല എന്ന് ഒറ്റ വാക്കിലാണ് ഞാൻ പറയുന്നത്. അതെ, നിരാശപ്പെടുത്തിയില്ല. നമ്മള് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചത് നമ്മള് ചിന്തിച്ചു കൂട്ടിയായിരുന്നു, പക്ഷെ ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ അല്ലേ? പക്ഷെ അതൊന്നും അല്ലായിരുന്നു. നമ്മള് ചെന്ന് കഴിഞ്ഞപ്പം കണ്ടപ്പോഴേക്കുണ്ടല്ലോ, നമ്മള് പ്രതീക്ഷിച്ചത് ഒന്നുമേ അല്ലായിരുന്നു. അതെ അതെ, നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു സൈക്കോ പടമാണ്. പക്ഷെ എനിക്ക് തോന്നിയ സൈക്കോനേക്കാളും ഉപരിയായിട്ട് ഒരു അമ്മയുടെയും ഒരു മോന്റെയും ഇന്നത്തെ ഒരു ലോകത്ത് ഒരു സർവൈവ് ചെയ്തു പോകുന്നൊരു കഥയാണ്. അവരുടെ ഈ ലോകത്ത് അവര് സർവൈവ് ചെയ്യലാണ്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത്, ഒരു നമ്മള് ഇന്റർവെല് വരെ മകനെ, അമ്മ, പിന്നെ ഒരു അമ്മച്ചിയുണ്ട്. ഇവര് 3 പേരുമാണ് അതിനകത്തെ അമ്മച്ചി. അതിന്റെ ഒരു കഥ കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ അമ്മയും മോനുമാണ്. ആ ഹീറോയിനായിട്ട് ഫർസാന എന്നാണ് എന്റെ ഓർമ്മ. ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ പറയത്തേ ഇല്ല, എടുത്തു പറയണം. നമ്മള് ഇന്റർവെല് വരെ കണ്ടപ്പോൾ ഞാനോർത്ത് എന്തുകൊണ്ട് ഇതിന് ബാലൻ എന്ന സിനിമയ്ക്ക് പേരിട്ടു എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. കാരണം ഒരു നല്ല ഒരു സ്ത്രീ കഥാപാത്രം, മകനെക്കാട്ടിലും കൂടുതൽ കൊണ്ടുപോകുന്നത് ഫുള്ള് ആ ഒരു ഇന്റർവെല് വരെ അമ്മയായിരുന്നു. മൊത്തം ഒരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അതുപോലെ ആ മോന്റെ എന്നെ പ്രായം കാണുക, കുഞ്ഞിന് കൂടി 6 അല്ലെങ്കിൽ 7 വയസ്സാണ് കാണുമ്പോൾ തോന്നുന്നത്, എങ്ങനെ ഇവർക്ക് ഇത്രയും ചെറുപ്രായത്തിൽ അഭിനയിക്കാൻ പറ്റുന്നു, അതിങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത് നമുക്ക് ചിന്തിച്ചു പോകും. പിന്നെ ഇന്റർവെൽ ആയപ്പോഴേക്കും നമ്മള് ഇനി എന്ത് അങ്ങോട്ട്, ഇനി ഇവരെന്തായിരിക്കും ചിന്തിച്ചു പോകും നമ്മൾ ഇന്റർവെല്ലിന്റെ സമയത്ത്. ഞാൻ ചിന്തിച്ചത് പലരും ഇപ്പൊ ഒരു ട്രാജഡി ഇനിയിപ്പം പോവായിരിക്കും, കഥ ഇനി കൊണ്ട് നമ്മളെ കരയിപ്പിച്ച് കൊല്ലുമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇന്റർവെല് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പുതിയ പുതിയ കഥാപാത്രങ്ങൾ എൻട്രി ചെയ്തു. അവരാണ് ഇതിന്റെ കഥ മുന്നോട്ട് കൊണ്ടുവന്നത്. ജീൻ പോളിന്റെ അഭിനയം അല്ലേ? ജീൻ പോൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാം. എനിക്ക് ദീപ്തി ആദ്യമായിട്ടാണ് എന്നോട് ലാലിന്റെ ഒരു കട്ടുണ്ടല്ലോ. ജീൻ പോള് പണ്ട് ഭയങ്കര താടിയൊക്കെ വളർത്തിട്ടൊക്കെ ആയിരുന്നു. മഞ്ഞുമൽ ബോയ്സിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് അധികം. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം പുള്ളിനെയും അടുത്ത ഒരു ഒത്തിരി കഥാപാത്രങ്ങൾ പുള്ളിനെ തേടി വരും എന്ന് ഉറപ്പായിട്ടും. കാര്യം അത് അങ്ങനെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ മുന്നോട്ട് നമുക്ക് ടൊവിനോ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മള് നേരത്തെ തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൊവിനോയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്ന് എന്ത് കഥാപാത്രമായിരിക്കുമെന്ന്. ടൊവിനോയെ പോലെ അത്ര ഒരു വലിയൊരു നടന്റെ ആവശ്യമുള്ള കഥാപാത്രമായിരുന്നു അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായത്തില് അല്ല. അത് ആർക്കും വേണം ചെയ്യുന്നൊരു കഥാപാത്രം. ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരെ അതിനകത്തോട്ട് ഇടണമല്ലോ, അതിനു വേണ്ടി ഇട്ടതായിരിക്കില്ല. പക്ഷെ ടൊവിനോ, കാരണം എല്ലാരും പുതിയ ആൾക്കാരാകുമ്പോഴേക്കും ചിലപ്പോ മൂവി അങ്ങനെ കാണുന്നു, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം, അറിയില്ല. പക്ഷെ ആ മൂവിയില് ടൊവിനേക്കാട്ടിലും ഉപരി ടൊവിനോയ്ക്ക് അധികം ഇതിന്റെ ആവശ്യമില്ല. കാരണം അമ്മയും മോനുമാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ പാട്ടുകൾ എന്ന് പറയുകയാണെങ്കിൽ അത്രയും എന്നെ അങ്ങ് സ്ട്രൈക്ക് ചെയ്ത ഒരു പാട്ട് അതിനകത്തില്ല കേട്ടോ. പിന്നെ ആ ഒരു കണ്ടോ താക്കോല്, ആ ഒരു നമ്മുടെ എന്താ രീതിയിലുള്ള ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലെ പാട്ട് എന്നുള്ള സീക്വൻസ് പോലെ വന്നിരിക്കുന്ന അതിന് മാത്രമാണ്. അതല്ലാതെ ഒരു BGM മോഡലിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് സിനിമയുടെ ആ ഒരു ഇൻവോൾവ്മെന്റിൽ ശ്രദ്ധിക്കാതെ പോയതാണ്. പക്ഷെ ഞാൻ BGM പ്രത്യേകിച്ച് സുഷിനും കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ BGM കുറെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മ്യൂസിക് കമ്പോസറാണ് സുഷിൻ. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് എവിടേക്കോ മറ്റേ കുമ്പളങ്ങി നൈറ്റ്സുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കുറെ അതേ ഡിറ്റോ അതൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ സാധനമാണത്.
അത് വീണ്ടും കൊണ്ടുവന്നുള്ളത് ഒരു ഇതിന്റെ ഇടയ്ക്ക് വന്ന 2-3 പടങ്ങളൊക്കെ അധികം അത്രയും അങ്ങോട്ട് പുള്ളിയുടെ ഒരു ലെവൽ സ്റ്റാൻഡേർഡിലോട്ട് വന്നോ എന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇത് എത്തിയിട്ടുണ്ട്, കിടിലൻ സാധനമാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഷൈജു പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നല്ല വിഷ്വൽസ്, കിടിലം സാധനങ്ങൾ, ഒന്നും പറയാനില്ല. പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിലൂടെ പോകുമ്പോഴേക്കും. പിന്നെ എടുത്തു പറയാനായിട്ട് ഒരു കോമഡി രീതിയിലുള്ള ഒരു മൂവിയാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മളത് വിചാരിക്കരുത്. അത് ട്രെയിലറിലും അങ്ങനെയല്ല അത് കാണിച്ചിരിക്കുന്നത്. പിന്നെ പിള്ളേരെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പോകാൻ പറ്റും. പക്ഷെ അവർക്ക് ബോറടിക്കേണ്ട വയലൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ തെറിവിളി അങ്ങനത്തെ ഒരു പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് ഒരു അത്രയും അങ്ങ് പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ളതായിരിക്കത്തില്ല. കഥ പറയുന്ന രീതി അങ്ങനെയാണ്. കഥ പറയുന്ന രീതി അതാണ്. പിന്നെ ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഓഫ് കോഴ്സ് പോകാം. കാരണം ക്ലൈമാക്സ് പക്ക നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ത്രില്ലർ മൂവീസ് ആയിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കുറെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണർ എന്ന് പറയുന്നത് ത്രില്ലറാണ്. നമ്മള് പടം പോകുന്ന വഴി നമ്മൾ കാണുമ്പോൾ ത്രില്ലർ ആയിരിക്കത്തില്ല, ഒരു സാധാ ഒരു എൻഡിങ്ങിലേക്കായിരിക്കും പോകുന്ന വിചാരിക്കുമ്പോഴാണ് അവസാനത്തെ ഒരു 15 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് അല്ല അവസാനത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. കാര്യം ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല, ഇനി വേറെ ആൾക്കാരെനിക്ക് അറിയില്ല. ക്ലൈമാക്സും പിന്നെ അവിടെ എടുത്തു പറയത്തൊക്കെ കുറെ ആൾക്കാർ നല്ല അഭിനയ മുഹൂർത്തങ്ങളും എല്ലാരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അമ്മച്ചിനെ എടുത്തു പറയണം കേട്ടോ. അതിനകത്തെ കുറച്ച് കോമഡി രംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് സംഭാഷണങ്ങളാണ്. അപ്പൊ ഓവറോൾ അത്രേ ഉള്ളൂ. നല്ല മൂവിയാണ്, വൺ ടൈം വാച്ചബിൾ ആണ്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നല്ലത്. കാര്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ടും സാധനങ്ങളും ഒക്കെ നമ്മളെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ പോയി വന്നിട്ട് നമ്മൾ വീട്ടിലാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. അങ്ങനെയുള്ള നമുക്ക് പടം ഇഷ്ടപ്പെടത്തില്ല. പടം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇങ്ങനത്തെ ജോണർ ഭയങ്കര ഒരു കോമഡി അങ്ങനെ സാധനങ്ങളൊന്നുമല്ല, ഒരു ഫുൾ എൻ്റർടൈനർ അല്ല. അപ്പോൾ പിള്ളേരുമായിട്ട് പോകുമ്പം അത് സൂക്ഷിക്കാത്രേ ഉള്ളൂ. അവരൊക്കെ ഇപ്പം ബോറടിച്ചിരിക്കേണ്ട ഒരവസ്ഥയിൽ. അപ്പം അടുത്ത മൂവിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.